രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറയുന്നത്. പക്ഷേ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ യു ഡി എഫിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, മാർഗങ്ങളുണ്ട്. യു ഡി എഫിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ, ഏറ്റവും കാര്യപ്രാപ്തിയുള്ള കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് യു ഡി എഫിന്റെ ലീഡർഷിപ്പ് അല്ലേ? ആ യു ഡി എഫിന്റെ ലീഡർഷിപ്പ് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഫിറ്റ് ഇനഫ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നിശ്ചയിക്കും. ആ കാൻഡിഡേറ്റിന് ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ടാകും. ജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും ചേർന്നുണ്ടാക്കിയ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ ദയനീയമായി ജനങ്ങളുമായി കൂട്ടുപിടിച്ച് ഞങ്ങൾ പരാജയപ്പെടുത്തും. യൂത്ത് കോൺഗ്രസിന് ആ സീറ്റ് ജയിക്കണമെന്നുള്ള ക്ലെയിമുണ്ട്. യൂത്ത് കോൺഗ്രസ് ആര് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന ആളുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ക്ലെയിം ആ സീറ്റ് ജയിക്കണം എന്നുള്ളതാണ്. ആ ക്ലെയിമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു 2 മാസക്കാലമായി പ്രിയപ്പെട്ട ശ്രീ അബിൻ വർക്കിയുടെയും ശ്രീ ജനീഷിന്റെയും നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് UDYFI തന്നെ അവിടെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ, പ്രചരണ പ്രവർത്തനങ്ങൾ, തയ്യാറെടുപ്പുകളെല്ലാം നടത്തി വരുന്നുണ്ട്. ആ തയ്യാറെടുപ്പുകളുടെ കൂടി റിസൾട്ട് പാലക്കാട് കണ്ടതുപോലെ, പുതുപ്പള്ളിയിൽ കണ്ടതുപോലെ, തൃക്കാക്കരയിൽ കണ്ടതുപോലെയുള്ള ഒരു വലിയ യുവജന മുന്നേറ്റം. ഞങ്ങളുടെ ക്ലെയിമും ഞങ്ങളുടെ മത്സരവും സീനിയർ നേതാക്കന്മാരുമായി ഫീൽഡിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുക എന്നുള്ളതിനകത്തായിരിക്കും. ആ ഫീൽഡിലുള്ള മത്സരത്തിൽ സീനിയർ നേതാക്കന്മാരോട് ആ ക്ലെയിമാണ് ഞങ്ങൾ വയ്ക്കുന്നത്. കൂടുതൽ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കും. ആ പ്രവർത്തനം തൃക്കാക്കരയിൽ ഏറ്റെടുത്തതുപോലെ, പുതുപ്പള്ളിയിൽ ഏറ്റെടുത്തതുപോലെ, പാലക്കാട് ഏറ്റെടുത്തതുപോലെ ഇവിടെ നമ്മൾ നിലമ്പൂരിലും ഏറ്റെടുക്കും. കേട്ടില്ല. അത് തൃണമൂൽ കോൺഗ്രസിനോട് ചോദിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കേണ്ടത് ഇടതുപക്ഷത്തോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്? ഞാൻ ഇന്ന് രാവിലെ തൊട്ടുള്ള വാർത്തകൾ കാണുകയായിരുന്നു. അപ്പോൾ വാർത്തകൾ വരുന്നത് ഇതിൻ്റെ എല്ലാം ഇരയാക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ എനിക്കതിനകത്ത് കൗതുകമൊന്നും തോന്നിയില്ല. ഞാനെന്താ ഒരു ദിവസം വൈകിയത് എന്നുള്ളതേ ഉള്ളായിരുന്നു. CPMന്റെ പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കുന്നു. ഈ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റാത്ത ചില മാധ്യമപ്രവർത്തകരുണ്ട്. എല്ലാവരും പറയുന്നില്ല. ചില മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങൾ എന്താണ് പാലക്കാട് ചെയ്ത പോലെ, പുതുപ്പള്ളി ചെയ്ത പോലെ, തൃക്കാക്കര ചെയ്ത പോലെ കുത്തിത്തിരിപ്പ് വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ശ്രീ PV അൻവറുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷന്റെ ചോദ്യങ്ങൾ നിങ്ങൾ കോൺഗ്രസിനോട് എന്തിനാണ് ചോദിക്കുന്നത്? നിങ്ങളത് ചോദിക്കേണ്ടത് CPMനോടല്ലേ. എങ്ങനെ അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്? നിങ്ങൾ വിപരീതമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെ പിതൃസ്ഥാനിയിൽ നിന്ന് വിളിച്ച കേരള നിയമസഭയിലെ 140 MLAമാരിൽ ഒറ്റൊരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റൊരാൾ. ആ ഒറ്റൊരാൾ രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അയാളുടെ പിന്തുണ CPMനില്ലല്ലോ. അപ്പം നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം, അൻവറിന്റെ പിന്തുണയില്ലല്ലോ, നിങ്ങൾ 5 വർഷം മുൻപ് ജയിപ്പിച്ച് വിട്ട ആളുടെ പിന്തുണ നിങ്ങൾക്കില്ലല്ലോ എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ആ ചോദ്യം ചോദിക്കേണ്ടത് CPMനോടാണ്. അവരുടെ പിന്തുണ പോയത്. ഞങ്ങൾക്ക് ഈ വിഷയത്തിനകത്ത് നിന്ന് നഷ്ടമുള്ളത് CPMന്റെ കയ്യിലുണ്ടായിരുന്ന MLA, സിറ്റിംഗ് സീറ്റിലുണ്ടായിരുന്ന MLA, ആ MLA രാജിവെച്ച് ഈ സർക്കാരിന്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ, ഈ സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ, കൊള്ളരുതായ്മകൾ, പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെ അതേ ഉച്ചത്തോട് കൂടിയിട്ട് ഒരു CPMന്റെ MLA പുറത്തു വരികയാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീ PV അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ഈ കോൺഗ്രസിന് നേരെ തിരിക്കുന്നതിന് പകരം നിങ്ങൾ ദയവ് ചെയ്ത് CPMന് നേരെ തിരിക്കുന്നതാണ് യഥാർത്ഥ അതിന്റെ ഒരു സത്യസന്ധമായ അവസ്ഥ. അല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാരണക്കാരൻ ശ്രീ PV അൻവർ അല്ലേ? ആ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? CPMന്റെ ഒരു MLAക്ക്, CPMന്റെ ഭരണപക്ഷ MLAക്ക് പോലും ആ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ കഴിയുന്നില്ല, ആ സർക്കാരിന്റെ നയങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നതൊരു ചെറിയ കാര്യമാണ്. അതൊരു ഫാക്ടറാണ്. ആ ഫാക്ടറാണല്ലോ അവിടെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ഫാക്ടർ ഒരു തരത്തിലും CPMനല്ലല്ലോ ഗുണം ചെയ്യുക. ആ ഫാക്ടർ ഗുണം ചെയ്യുക സ്വാഭാവികമായിട്ടും ആ സീറ്റിൽ രണ്ടാമത് നിന്നിരുന്ന ആളുകളെന്ന നിലയിൽ UDFനല്ലേ. അപ്പൊ അതിന്റെ മെച്ചം ഞങ്ങൾക്കുണ്ടാകും, ആധികാരികമായ വിജയം.